ദൈവത്തിന് മഹത്വം. മ്യൂസിക്കൽ ടെസ്റ്റ് മണിയിലെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ബെത്ലഹേം ടി.വിയിലെ ഈ പ്രോഗ്രാമിൽ നമ്മോടൊപ്പമുള്ളത് പ്രിൻസ് മൈക്കിളാണ്. ഈ യൗവനത്തിൽ തന്നെ കർത്താവിനെ സ്തുതിക്കുക എന്ന വലിയ ഒരു പ്രേക്ഷിത ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ഇതിനോടകം നിരവധി ഗാനങ്ങൾ രചിക്കുകയും സംഗീതം ചെയ്യുകയും പാടുകയും ഒക്കെ ചെയ്ത് കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന ഒരു സഹോദരനാണ് ഇന്ന് മ്യൂസിക്കൽ ടെസ്റ്റ് മണിയിൽ പ്രിയ പ്രേക്ഷകർക്കായി പരിചയപ്പെടുത്തുന്നത്. എല്ലാവർക്കും സ്വാഗതം പ്രിൻസ്. നമ്മൾ ഈ സംഗീത സംവിധായകർ അല്ലെങ്കിൽ ഗായകർ നമ്മുടെ സഭാ ജീവിതത്തിൽ ഒരുപാട് സംഭാവന ചെയ്ത ആളുകളെ നമ്മൾ ഒരുപക്ഷെ അവരുടെ പാട്ടുകൾ അല്ലെങ്കിൽ അവർ ചെയ്തു വച്ചിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഡെയിലി ഓർക്കുന്നെങ്കിലും അത് നമ്മൾ പാടുന്നെങ്കിലും പക്ഷേ അതാരാണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ മിക്കവരും അറിയാറില്ല, ഓർക്കാറില്ല. പ്രിൻസിൻ്റെ പല പാട്ടുകളും ശ്രദ്ധിക്കപ്പെട്ട പാട്ടുകളാണ്. കേരളം ഇപ്പോഴും അല്ലെങ്കിൽ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ പൗരോഹിത്യത്തെക്കുറിച്ചുള്ള പാട്ടുകളൊക്കെ അതിൻ്റെ റീൽസിലായാലും അല്ലെങ്കിൽ അങ്ങനെ ഒരു ശുശ്രൂഷ നടക്കുന്ന സ്ഥലത്തൊക്കെ ഗായക സംഘം ഏറ്റുപാടുന്ന പാട്ടുകളാണ്. പക്ഷേ അതാര് ചെയ്തുവെന്നോ അതിനെക്കുറിച്ചൊന്നും ആർക്കും ഒരു ധാരണയുമില്ല, അല്ലേ? എങ്ങനെയാണ് ഈ ഒരു മേഖലയിലേക്ക് പ്രിൻസ് കടന്നു വരുന്നത്? ഞാൻ ശരിക്കും ആദ്യമായിട്ട് ഞാൻ ഈ ഒരു പാട്ടിൻ്റെ ഒരു മേഖലയിലേക്ക് വരുന്നത്, ഞങ്ങൾ സുഹൃത്തുക്കളെല്ലാം കൂടി ഒരു പ്രവചനം എന്ന് പറഞ്ഞൊരു ആൽബം ഇറക്കിയിരുന്നു. ഒരു 2005 എനിക്ക് തോന്നുന്നത്. അതിൽ ഒരു പാട്ട് എഴുതിക്കൊണ്ടാണ് ഞാൻ ഈ ഒരു ഫീൽഡിലോട്ട് വരുന്നത്. അപ്പം എനിക്ക് എഴുതാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം എനിക്ക് ശരിക്കും പറഞ്ഞാൽ അന്ന് തൊട്ടേ സാധാരണ എല്ലാവരും ഈ ഒരു ഫീൽഡിലോട്ട് വരണമെന്ന് പറയുമ്പോഴത്തേക്ക് പാട്ടുകാരനാവണം, പാടണം എന്നൊക്കെയുള്ളൊരു ആഗ്രഹത്തിലായിരുന്നു. പക്ഷേ എനിക്കിതിൻ്റെ ബാക്കിൽ നിൽക്കാനായിരുന്നു ഇഷ്ടം. അപ്പോൾ ഒരു ലിറിക്സ് ആണെങ്കിൽ ലിറിക്സ് ശരിക്കും പറഞ്ഞാൽ ഒരു ബ്ലാങ്ക് പേപ്പറിൽ നിന്നാണല്ലോ നമ്മൾ ശൂന്യതയിൽ നിന്ന് നമ്മളാണ് അതിൻ്റെ സൃഷ്ടിച്ചത്. അപ്പം അങ്ങനെ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം ഞാനത് കാരണം അങ്ങനെ ഒരു പാട്ട് എഴുതിയ ഒരു കൂട്ടുകാരിലോട് കൂടി ഒരു ആൽബം ഇറക്കാനായിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്തപ്പം ഞാനൊരു ലിറിക്സ് എഴുതിയിട്ട് അവർക്ക് കൊടുത്തു. അത് ജീവൻ പോകിലും നാഥാ നിന്നെ വാഴ്ത്തും എന്ന് പറഞ്ഞിട്ടൊരു പാട്ടായിരുന്നു. ആ പാട്ട് പാടിയത് എൻ്റെ തന്നെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഗായകനായിട്ടുള്ള കെസ്റ്റർ തന്നെയാണ് പാടിയത്. അപ്പം അങ്ങനെയാണ് ഈ ഫീൽഡിലോട്ട് വരുന്നത്. പക്ഷേ എന്തുകൊണ്ടോ എഴുത്ത് ഒരു പാട്ടോടുകൂടി എഴുത്ത് പിന്നെ കുറച്ച് നാൾ സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ പാട്ടിലേക്ക് പോകും. അങ്ങനെയാണ് ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക്. അതെ, നമുക്ക് ആദ്യം തന്നെ പ്രിൻസിൻ്റെ നല്ലൊരു പാട്ടിലൂടെ തന്നെ നമുക്ക് അന്ന് തുടങ്ങിയേക്കാം, അല്ലേ? തീർച്ചയായും. അപ്പോൾ പാട്ടിലേക്ക് വന്ന ഒരു ചരിത്രം നമ്മൾ അതിലേക്ക് പോകേണ്ടതുണ്ട്. അതിനു മുമ്പ് ഒരു 4 വരി പാട്ട്. 4 വരി പാട്ട് പാടാൻ എൻ്റെ കുറേ പാട്ടുകളുണ്ടെങ്കിലും ഞാൻ അതിൽ നിന്ന് മാറി എൻ്റെ പ്രിയപ്പെട്ട സംഗീത സംവിധായകൻ്റെ ഒരു പാട്ട് ഞാൻ എടുക്കാം. തീർച്ചയായും. കൺമുന്നിൽ നീ ഇല്ലെങ്കിലും വിശ്വാസത്താലെ കാണുന്നിതാ, മൃദുവായി നീ തൊടുകിൽ എന്നാത്മം സൗഖ്യം നേടും, ഹൃദയം ഇനിയെന്നും നിൻവാസഗേഹമാകും. ഈ പാട്ട് മനുഷ്യൻ്റെ മനസ്സിലെ അനുതാപം എത്രത്തോളം ഉളവാക്കുന്നൊരു പാട്ടാണ്, അല്ലേ? അതെ, നമ്മളെപ്പം പള്ളിയിൽ ഒരു ആരാധനയ്ക്ക് പോയാലും ഈ പാട്ട് ഒഴിവാക്കിയിട്ട് ഇല്ല. മൃദുവായി നീ കൊടുക്കില്ല. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ആദ്യത്തെ ഗായകനിലേക്ക് എത്തിയ ഒരു ഹിസ്റ്ററി ഒന്ന് പറഞ്ഞേക്കൊള്ളാം. ഗായകനിലേക്ക് എത്തിയ ഹിസ്റ്ററി പറയുന്നതിന് മുമ്പ് അതിലേക്ക് എന്നെ കൊണ്ടുവന്ന ആൾ നമ്മുടെ ഇപ്പോഴത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഫാദർ ഷാജി തുമ്പേച്ചിറി അച്ഛനാണ്. അപ്പം അച്ഛൻ്റെ പാട്ട്, അച്ഛൻ നമ്മുടെ കാവുകാട്ട് പിതാവിൻ്റെ മധ്യസ്ഥം യാചിച്ചുകൊണ്ടുള്ള കാവുകാട്ട് താത എന്ന് പറഞ്ഞൊരു പാട്ട്, അതാണ് ഞാൻ ആദ്യമായിട്ട് പാടുന്നത്. അത് പാടിയാണ് പാട്ടിൻ്റെ ഒരു മേഖലയിലേക്ക് വരുന്നത്. അതിനുശേഷം പിന്നെ അച്ഛൻ്റെ തന്നെ കുറേ പാട്ടുകൾ പാടി, അങ്ങനെയാണ് പാട്ടിൻ്റെ ഒരു മേഖലയിലേക്ക് വരുന്നത്. ഈ സ്വർഗത്തിൻ്റെ രാജകുമാര എന്നുള്ളൊരു പാട്ട് എന്നെ പേഴ്സണലി എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട പാട്ടാണ്. ഷാജി തുമ്പേച്ചിറി അച്ഛനാണ് അതിൻ്റെ രചനയും സംഗീതം, അല്ലേ? അതെ അതെ. അപ്പോൾ ആ പാട്ട് ഒരുപാട് നമുക്ക് എന്ത് പറയുന്നത്, ഒരു കുർബാന സ്വീകരണത്തിനൊക്കെ
പ്രത്യേകിച്ച് കൊയറായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നവർക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഗാനമായിരിക്കും. കാരണം ഡ്യുവറ്റ് ഒക്കെ ആയിട്ട് പാടാൻ പറ്റിയ ഒരു സംഗീതമാണ് ആ പാട്ട്. സ്വർഗത്തിൻ്റെ രാജകുമാരൻ രണ്ടുപേരും ഒന്ന് പാടാം. ആ പാട്ട് പാടാൻ ഉണ്ടായ സാഹചര്യം അതേക്കുറിച്ചുള്ള അനുഭവങ്ങളൊന്ന് പറയാം. പാടാനുണ്ടായ സാഹചര്യം പറഞ്ഞിട്ട് ഞാനത് പാടാം. അപ്പം ഞാൻ പാടുമ്പോൾ ഉള്ള പ്രോബ്ലംസ് അങ്ങ് ഒഴിവാകും. എന്താന്ന് വെച്ചാൽ ഞാൻ അച്ഛനോട് ആക്ച്വലി എനിക്കിങ്ങനെ പാടാൻ ആഗ്രഹമുണ്ട്, എനിക്കൊരു അവസരം തരുന്നു ഞാൻ അച്ഛനോട് ചോദിച്ചിരുന്നില്ല. പക്ഷെ അച്ഛന് ഞാനിങ്ങനെ മൂളിപ്പാട്ടൊക്കെ പാടുന്ന കേട്ടിട്ട് ഒരു ദിവസം അച്ഛന്, എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അച്ഛൻ്റെ മുമ്പിൽ പാടാനുള്ളൊരു ധൈര്യമില്ലായിരുന്നു. അപ്പം അങ്ങനെ വന്നപ്പോഴത്തേക്ക് അച്ഛൻ പല പ്രാവശ്യം എന്നോട് ഇങ്ങനെ പല പാട്ടുകളും പാടാൻ പറയുമ്പോഴത്തേക്ക് ഞാനിങ്ങനെ ഒഴിഞ്ഞു മാറും. അപ്പോൾ ഒരു ദിവസം അച്ഛൻ എന്നോട് പറഞ്ഞു, ഞാൻ ചങ്ങനാശ്ശേരിയിലോട്ട് വരുന്നുണ്ട്, നീ ചങ്ങനാശ്ശേരിയിലോട്ട് വരണം, നമുക്കൊരു സ്ഥലം വരെ പോകാനുണ്ട് എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഞങ്ങൾ അച്ഛൻ്റെ കൂടെ പോവുകയാണ്. അപ്പം എവിടേക്ക് പോകുന്നു, എന്തിനു പോകുന്നു എന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ അച്ഛൻ്റെ കൂടെ പോയി കോട്ടയത്ത് ചെന്നു. ഐസക് ജോൺ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോ ഉണ്ട്, അവിടെ ചെന്നു. എന്നോട് അപ്പം പോകുന്ന വഴിക്ക് എനിക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി. അച്ഛൻ ഇങ്ങനെ ഒരു ട്യൂൺ മൂളിയിട്ട് എന്നോട് പറഞ്ഞു, നീ ഒന്ന് കൂടെ ഒന്ന് പാടി നോക്കാൻ പറഞ്ഞു. അപ്പം അന്ന് എന്നെ വണ്ടിയെ വെച്ച് പോകുമ്പം പഠിപ്പിച്ച പാട്ടെന്ന് പറയുന്നത് സ്നേഹതാതനാവാ തന്നേകജാതനീശോ തിരുജീവന, ഇങ്ങനെ ഈ ഒരു ടെമ്പോയിലുള്ള ഒരു പാട്ടായിരുന്നു. അത് കുഴപ്പമില്ല. അപ്പം എനിക്ക് ഹൈ പിച്ച് വലിയ കുഴപ്പമില്ല. അപ്പം അതൊക്കെ പാടിക്കഴിഞ്ഞപ്പോൾ കുഴപ്പമില്ല എന്ന് കണ്ടു. ശരി, ഓക്കെ, ഇത് നീ പാടാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ സ്റ്റുഡിയോയിലോട്ട് പോകുന്നു. അവിടെ ചെന്നു പാടാനായിട്ട് പോവുകയെന്ന് അറിയാതിരുന്നത് കൊണ്ട് എൻ്റെ കയ്യിലൊരു പേപ്പർ പേന പോലും ഇല്ല. അവിടെ ചെന്നു മ്യൂസിക് ബൂത്തിലോട്ട് നമ്മൾ അകത്ത് കയറി ഹെഡ്സെറ്റൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, പുറത്ത് പോയിട്ടൊരു ചായ കുടിച്ചിടുക എന്ന് പറഞ്ഞു. അപ്പം അച്ഛൻ ചായ കുടിക്കാൻ പറയുന്നു, ചായ വേണോ വേണ്ടോ എന്നുള്ളതല്ല, നമ്മൾ നേരെ ഇറങ്ങുന്നു, ചായ കുടിക്കാനായിട്ട് പോകുന്നു. ചായ കുടിക്കാൻ പോയി തിരിച്ചു വന്ന് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛൻ പറഞ്ഞു, നീ പാടേണ്ട പാട്ട് മാറി, അത് പാടണ്ട, നിനക്ക് വേറൊരു പാട്ട് തരാം എന്നാ. ഞാൻ പറഞ്ഞു ശരി, ഓക്കെ. അപ്പം താഴെ കിടന്ന ഒരു നോട്ടീസ് എടുത്തിട്ട് അച്ഛൻ എൻ്റെലോട്ട് തന്നിട്ട് പറഞ്ഞു, ഞാൻ പറയാം, നീ എഴുതിക്കോളാൻ പറഞ്ഞു. അതായത് ഈ സ്വർഗത്തിൻ്റെ രാജകുമാരൻ എന്നുള്ള പാട്ട് ആദ്യമായിട്ട് പേപ്പറിൽ എഴുതുന്നത് ഞാനാണ്. അപ്പം ആ നോട്ടീസിൻ്റെ പുറകെ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു, ഓക്കെ, സ്വർഗത്തിൻ്റെ രാജകുമാരൻ എഴുതിക്കൂ. അപ്പം ഞാൻ അങ്ങനെയാണ് ഈ പാട്ട്, അവിടെ സ്റ്റുഡിയോയിൽ വെച്ചിട്ടാണ് ഈ പാട്ട് ഉണ്ടാകുന്നത്. അങ്ങനെ ഞാനത് പാടാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടി പാടിയ പാട്ടാണ്. കാരണം ഇതൊരു ഓഫ് ബീറ്റ് ആയതുകൊണ്ട് എനിക്കത് ഇച്ചിരി പ്രശ്നമായിരുന്നു. അങ്ങനെ കുറച്ച് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ആ പാട്ട് പാടിയത്. അത് ഇപ്പോൾ പാടുമ്പോൾ എങ്ങനെ ആകുമെന്ന് എനിക്കറിയത്തില്ല. പാട്ട് സ്വർഗത്തിൻ്റെ രാജകുമാര, സ്നേഹത്തിൻ്റെ രാജകുമാര, എൻ്റെ ഉള്ളിലൊന്നു വാഴാൻ അങ്ങു വന്നിടൂ, എൻ്റെ ഉള്ളം സ്വർഗമാക്കാൻ മന്ന തന്നിടൂ. ഓക്കെ പ്രിൻസേ, അപ്പോൾ മനോഹരമായ ഒരു ഗാനമായിരുന്നു ഈ സ്വർഗത്തിൻ്റെ രാജകുമാരൻ. ഞാൻ പേഴ്സണലി പറയാം കേട്ടോ, ഞാൻ കോയറിനൊക്കെ പാടുന്ന പാട്ടാണ്. ഒരുപാട് നന്ദി ഈ ഒരു മനോഹരമായ ഗാനം മലയാള ക്രിസ്ത്യൻ ശാഖയ്ക്ക് സമ്മാനിച്ചതിന്. അച്ഛനാണ് അതിൻ്റെ ക്രെഡിറ്റ്. തീർച്ചയായിട്ടും അത് അവതരിപ്പിച്ച അല്ലെങ്കിൽ അത് പാടിയ പ്രിൻസിനും അതിൻ്റെ ഒരു അംഗീകാരം ആവശ്യമാണ്. എന്തായാലും നമുക്ക് അടുത്ത ഒരു പാട്ടിലേക്ക് വരാം. പൗരോഹിത്യത്തെക്കുറിച്ചുള്ള ഒരു പാട്ട്. ഈ പാട്ടെന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിൽ ഒട്ടുമിക്ക പൗരോഹിത്യം സ്വീകരിക്കുന്ന ചടങ്ങുകളിൽ അല്ലെങ്കിൽ ആ ഒരു ശുശ്രൂഷയിൽ പാടി പതിയുന്ന അല്ലെങ്കിൽ വീണ്ടും വീണ്ടും ഗായക സംഘം പാടുന്ന ഒരു ഗാനമാണ്. എങ്ങനെയാണ് ആ പാട്ടിലേക്ക് വന്നത്? ആ പാട്ടിലേക്ക് വരുന്നതിന് മുമ്പ് എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഒന്നിനു വേണ്ടിയിട്ടും സ്ട്രഗിൾ ചെയ്തിട്ടില്ല. എനിക്കിത് കൃത്യം ദൈവം നമ്മളെ പൊക്കിയെടുത്തൊരു സ്ഥലത്ത് നിർത്തിയിട്ട്, ഞാൻ സുരക്ഷിതമായ സ്ഥലത്ത് നിന്നെ നിർത്തിയിട്ടുണ്ട്, നീ ഇവിടെ നിന്ന് മുന്നോട്ട് പൊക്കോളൂ എന്ന് പറഞ്ഞതുപോലെ ഉള്ളൊരു ഫീലാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ പുണ്യപൗരോഹിത്യമേ എന്നുള്ള പാട്ട് അതുണ്ടാകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ദിവസം ഞാൻ ബൈക്കിൽ പോകുമ്പം ഒരു സിഗ്നൽ ഗ്രീൻ ആകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് എൻ്റെ മനസ്സിൽ വന്ന ഒരു ട്യൂണും ഒപ്പം വന്ന വരികളുമാണിത്. അപ്പം ഒരു അൽമായനായിട്ടുള്ള ഒരു കല്യാണം കഴിച്ചിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ട് പുണ്യപൗരോഹിത്യം എന്ന് പറഞ്ഞിട്ടൊരു പാട്ട് വന്നു എന്ന് പോലും എനിക്കറിയില്ല.
അപ്പം അങ്ങനെ അത്രയും വരികളും അങ്ങനെ ട്യൂണും അന്നേരം ഇങ്ങനെ മനസ്സിലിങ്ങനെ വന്നു. അപ്പം ഞാനിങ്ങനെ മോള് നോക്കി, കുഴപ്പമില്ല. അപ്പം സിഗ്നൽ ഗ്രീനായി. അപ്പം എനിക്കറിയാം ഞാനിത് വീട്ടിൽ ചെന്നിട്ട് ചെയ്യാൻ തന്നെ ഞാൻ മറന്നുപോകും. ഞാൻ നേരെ സിഗ്നൽ ക്രോസ് ചെയ്തിട്ട് വണ്ടി സൈഡിൽ ഒതുക്കി ഫോണിൽ ഇങ്ങനെ അവിടെ വെച്ച് വഴി വെച്ച് ഇങ്ങനെ പാടി റെക്കോർഡ് ചെയ്ത് വെക്കുമായിരുന്നു. അങ്ങനെയാണ് അതായത് പേപ്പറിൽ എഴുതുന്നതിന് മുമ്പ് തന്നെ മനസ്സിൽ വന്ന വരികൾ നമ്മളങ്ങനെ പാടിപ്പോയത്. അത് ആരെക്കൊണ്ട് പാടിക്കണം എന്നുള്ള ഒരു ഓപ്ഷൻ വന്നപ്പോഴും എൻ്റെ ആദ്യത്തെ മ്യൂസിക് അതാണ്, ഫസ്റ്റ് മ്യൂസിക് ഡയറക്ഷൻ അതാണ്. അപ്പം മ്യൂസിക് ചെയ്യുന്ന സമയത്തും ഇത് ആരെക്കൊണ്ട് ഇത് പാടിക്കണം എന്നുള്ളതിനെക്കുറിച്ച് എനിക്കൊരു ഡൗട്ടും ഇല്ല. അത് ബോബി സേവ്യർ എന്ന് പറയുന്ന ഒരു സിംഗർ, അദ്ദേഹം തന്നെ ഇത് പാടുകയുള്ളൂ എന്നുള്ളത് എനിക്കത് ഫിക്സ് ആയിരുന്നു. അദ്ദേഹം അത് വൃത്തിയായിട്ട് പാടുകയും ചെയ്തു, നല്ല ഭംഗിയായിട്ട് പാടി. അസാധ്യ ഗായകനാണ്. അസാധ്യ ഗായകനാണ്. അദ്ദേഹത്തിൻ്റെ തന്നെ പാട്ടുകളാണ് പാദം കഴുകി എന്ന് പറയുന്ന സഹായിക്ക്. അതെ, എനിക്ക് അദ്ദേഹത്തിൻ്റെ ശരിക്കും ഇപ്പം എൻ്റെ പാട്ട് പാടി, എൻ്റെ 2 പാട്ട് അദ്ദേഹം പാടിയിട്ടുണ്ട്, 3 പാട്ട് പാടിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ് മരിയൻ എന്ന് പറയുന്ന ആൽബത്തിൽ ഓ മാതാവേ, ഭയങ്കര സുഖ പാട്ട്. ഇത്രയും കഴിവുള്ളൊരു കലാകാരനാണ് അദ്ദേഹമാണ് ഈ പാട്ടും പാടിയിരിക്കുന്നത്. ഇത്രേ ഉള്ളൂ. അതായത് ഇങ്ങനെയാണ് ആ പാട്ട് വന്നത്. അത് നമ്മുടെ കഴിവിനപ്പുറത്തോട്ട് ദൈവത്തിൻ്റെ ഒരു വലിയ അനുഗ്രഹം. ആ പാട്ടൊന്ന് 4 വരി നമുക്കൊന്ന് പാടാം. തീർച്ചയായിട്ടും. പുണ്യ പൗരോഹിത്യമേ, കൊതിയോടെ ഞാൻ വരുന്നു. പുണ്യ പൗരോഹിത്യമേ, കൊതിയോടെ ഞാൻ വരുന്നു. നിന്നുടെ ആരാമവല്ലിയിൽ പൂക്കുവാൻ ഭാഗ്യം തന്നൊരി ജന്മമോർത്ത ഇനി പിരിയില്ല ഞാൻ നിന്നെ, ഇനി പിരിയില്ല നിന്നോടു ചേർന്ന. മനോഹരമായ ഗാനമാണ് കേട്ടോ. ഒരുപാട് അഭിനന്ദനങ്ങൾ ഈ പാട്ട്. കാരണം വെച്ചാൽ എനിക്ക് തോന്നുന്നില്ല ഈ പൗരോഹിത്യത്തിൻ്റെ ആ ഒരു വില മനസ്സിലാക്കുക ആ ഒരു ശരിക്കുള്ളൊരു ഗാനമാണ്. ആ ഒരു ശുശ്രൂഷയ്ക്ക് ഏറ്റവും അനുയോജ്യമായ രീതിയിൽ തന്നെ, അല്ലെങ്കിൽ ആ പൗരോഹിത്യ ജീവിതത്തിന് എന്നും ഓർമ്മിക്കത്തക്ക വിധത്തിലുള്ളൊരു പാട്ടാണ് അങ്ങ് നൽകിയത്. ഞാനത് ഈ പാട്ട് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ബൈക്കിൽ ഇങ്ങനെ പോകുമ്പോഴത്തേക്കാണ് ഇങ്ങനെ വന്നെന്ന് പറഞ്ഞില്ലേ, അത് ആ സമയത്ത് ഞാൻ ബൈക്കിൽ പോകുമ്പം ഞാൻ എനിക്ക് കിട്ടിയ ഒരു പത്രക്കടലാസിൽ ഞാൻ കണ്ട ഒരു വാർത്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ ആയിരിക്കും ഒരു പക്ഷേ ഈ പാട്ടിലേക്ക് വന്നത്. എനിക്ക് തോന്നുന്നു കറക്റ്റ് സ്ഥലമൊന്നും ഞാൻ ഓർക്കുന്നില്ല, ഹൈ റേഞ്ചിൽ എവിടെയാണെന്ന് തോന്നുന്നു. 2 വൈദികർ വണ്ടിയിൽ പോകുമ്പോൾ അവർക്കൊരു ആക്സിഡൻ്റ് ഉണ്ടായി. ആക്സിഡൻ്റ് ഉണ്ടായിട്ട് അതിലൊരാൾ ആക്സിഡൻറ്റ് സ്ഥലത്ത് വെച്ച് മരണപ്പെട്ടപ്പോൾ മരിക്കുന്നതിന് മുമ്പ് മറ്റേയാൾ പരിക്ക് ആയിട്ട് കിടക്കുകയാണല്ലോ, ആ വണ്ടി വെച്ച് ഈ മറ്റേയാൾക്ക് അന്ത്യകൂദാശ കൊടുത്തു. ഈ പരിക്കായിരുന്ന അച്ഛൻ, അദ്ദേഹവും പിന്നീട് ഹോസ്പിറ്റലിൽ വെച്ച് മരിച്ചു. അപ്പം മൊഴി എടുത്തപ്പോഴെന്തോ ആണ് ഇങ്ങനൊരു ഇവർ പരസ്പരം അന്ത്യകൂദാശ കൊടുത്തിരുന്നു എന്ന്. അപ്പം അതൊരു അത്രയും വിശദമായ ഒരു ജീവിതം നയിക്കുന്നവർക്ക് മാത്രമേ ആ സിറ്റുവേഷനിലും അങ്ങനെ ചിന്തിക്കാൻ തോന്നുന്നു. അപ്പം അതിനെക്കുറിച്ച് ചിന്തിച്ച് ഞാൻ പോയ സമയത്താണ് ശരിക്കും ആ പോകുന്ന വഴിക്ക് തന്നെ ഇങ്ങനൊരു പാട്ട് വന്നത്. ശരിക്കും അവർ ഇന്ന് എനിക്ക് വേറെ അവരെ കുറിച്ച് ഡീറ്റെയിൽ ഒന്നും എൻ്റെ ഓർമ്മയിലില്ല, പക്ഷേ അവരുടെ ആത്മാവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. തീർച്ചയായും. പ്രിൻസ് എന്ന് പറയുന്ന ഒരു സംഗീതജ്ഞൻ്റെ അല്ലെങ്കിൽ ഗാനരചയിതാവ്, ഗായകൻ, അതിനപ്പുറം ഒരു സംഗീത ശില്പിയുടെ, സംഗീത സംവിധായകൻ്റെ പാട്ട് ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് ഏറ്റവും മുമ്പിലേക്ക് വരുന്നത് കെസ്റ്ററുമായിട്ടുള്ള അനുഭവങ്ങളാണ്. നമുക്കറിയാം, സ്വർഗീയ ഗായകനാണ് കെസ്റ്റർ. നമ്മുടെ കേരളത്തിൽ ഇതുപോലെ സ്വാധീനം ചെലുത്തിയിട്ടുള്ള, അല്ലെങ്കിൽ ക്രിസ്തീയ ഭക്തിഗാന മേഖലയ്ക്ക് ഇതുപോലെ സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഒരു ഗായകൻ ചരിത്രത്തിലുണ്ടാവില്ല എന്ന് നമുക്ക് നിസ്സംശയം പറയാനായിട്ട് സാധിക്കും. അപ്പോൾ കെസ്റ്ററുമായിട്ടുള്ള ഒരു വർക്കായിരുന്നല്ലോ ഈ മുൾമുടി ചൂടിയ എന്ന് പറയുന്ന നല്ല മനോഹരമായൊരു ഗാനം, മെലഡിയാണ്. ആ പാട്ടിലേക്ക് വന്നത് എങ്ങനെയായിരുന്നു? ആ പാട്ടിലേക്ക് വന്നത് ശരിക്കും പറഞ്ഞാൽ ഞാനിങ്ങനെ മ്യൂസിക് ഡയറക്ഷൻ ചെയ്യാൻ തുടങ്ങി വന്ന സമയത്താണ്. അങ്ങനെ വന്ന സമയത്ത് നിങ്ങൾക്കറിയാവുന്നതാണ് ജോജി പാണമ്പറമ്പ്, പുള്ളിക്കാരനാണ് എനിക്ക് ഈ ഇങ്ങനൊരു ലിറിക്സ് അദ്ദേഹത്തിൻ്റെ കെയർ ഓഫിൽ വന്നതാണ്. ലിഷ റെനി എന്ന് പറയുന്ന വയനാടുകാരി, പുള്ളിക്കാരി ഇസ്രായേലിലുണ്ടായിരുന്നു. പുള്ളിക്കാരി എഴുതിയ വരികൾ ഈ ജോജി ചേട്ടനാണ് എനിക്ക് തരുന്നത്. അപ്പം അത് മ്യൂസിക് ചെയ്തു. അത് മ്യൂസിക് ചെയ്തിട്ട്
എന്താ പറയുന്നത്, നമ്മൾ ഗസ്റ്റേറ്റിന് കൊടുത്തു. ഗസ്റ്റേറ്റിന് കൊടുത്തു കഴിഞ്ഞപ്പം പുള്ളിക്കും അത് കേട്ടപ്പം പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൽ 100% ആത്മാർത്ഥതയാണ്. അത് അത്രയും അതിമനോഹരമായിട്ട് പുള്ളിക്കാരൻ അത് പാടി. ഞാൻ പക്ഷേ എനിക്കതിനു മുമ്പും അദ്ദേഹമായിട്ട് വ്യക്തിബന്ധമുണ്ട്. നമുക്ക് അതിലേക്ക് വരാം. അതിന് മുമ്പ് ഈ ഗാനത്തിന്റെ ഒരു 4 വരി തീർച്ചയായിട്ടും. ചൂടിയ മുൾമുടി ചൂടിയ നല്ലിടയാ ഈ മരുയാത്രയിൽ തുണയേകൂ നീറുമെൻ ഹൃദയത്തിൻ ആശ്വാസമായി നീ എന്നുള്ളിലെന്നും വസിച്ചിടണേ. മനോഹരമായ ഒരു സൃഷ്ടി. ഈ ഒരു മെലഡി സത്യം പറഞ്ഞാൽ മനുഷ്യ ഹൃദയങ്ങളെ, എനിക്ക് ഒരുപാട് പേഴ്സണലി ഇഷ്ടമുള്ളൊരു പാട്ടാണ് കേട്ടോ, ഉൾമുടി ചൂടിയ നല്ലിടയ. കെസ്ട്രേറ്റനായിട്ടൊരു പ്രത്യേക ബന്ധം കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് പ്രിൻസ് എന്ന് കേട്ടിട്ടുണ്ട്. പ്രിൻസിൻ്റെ സോഷ്യൽ മീഡിയയിൽ തന്നെ അതിനെക്കുറിച്ചുള്ള വീഡിയോസൊക്കെ നല്ല വൈറലായിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലേ? എങ്ങനെയാണ് നമ്മുടെ സ്വകാര്യ അഹങ്കാരമായ കെസ്ട്രേറ്റനുമായിട്ടുള്ള ബന്ധം? ആക്ച്വലി ഒരു 18 വർഷം അല്ല, എനിക്കൊന്ന് 2005 മുമ്പ് എനിക്ക് ഫോണിൽ കൂടിയുള്ള ബന്ധമാണ്. ഫോണിൽ അദ്ദേഹത്തിൻ്റെ നമ്പർ എനിക്ക് ഷാജിച്ചനാണ് തരുന്നത്. അച്ഛൻ നമ്പർ തന്നു, അദ്ദേഹത്തെ ഫോണിൽ വിളിച്ചു. സത്യത്തിൽ നമ്മൾ ഈ ആദ്യമൊക്കെ ഫോൺ വിളിക്കുമ്പോഴത്തേക്ക് നമുക്ക് കൈ ഇങ്ങനെ വിറയ്ക്കും. കാരണം ഇത്രയും ലെജൻഡ് ആയിട്ട് നിൽക്കുന്ന ഒരു കക്ഷി. അപ്പം നമ്മൾ ഫോൺ വിളിക്കുമ്പോഴത്തേക്ക് എനിക്ക് എന്താ പറയുക, ബെല്ലടിക്കുമ്പോഴേ നമ്മൾ വിറച്ച്, അന്ന് ഈ കോയിൻ ബോക്സ് ഒക്കെ ഉണ്ട്, കൈ വിറച്ച് നമ്മൾ വെക്കും. പലവട്ടം ട്രൈ ചെയ്ത്, പക്ഷേ ഒരു ദിവസം നമ്മൾ വിളിച്ച് കിട്ടി. അപ്പം നമ്മളുടെ ഈ ഓപ്പോസിറ്റുള്ള ഒരു സംസാരം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഓക്കെ എന്തുണ്ട് എന്നൊരു സീരിയസ് ആയിട്ടുള്ളതായിരിക്കും. പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിന് അറിയാം നമ്മൾ ടെൻഷനിലായിരിക്കും വിളിക്കുന്നതെന്നുള്ളത്. പക്ഷേ അദ്ദേഹം കൃത്യമായിട്ട് നമ്മളെ കൂളാക്കി, ഓക്കെ പ്രിൻസ് പറയൂ എന്ന് പറഞ്ഞിട്ട് നമ്മളോട് സംസാരിച്ച്. പക്ഷേ എന്താ പറയുന്ന ഒരു മൂത്ത ചേട്ടൻ്റെ ഒരു സ്ഥാനം അന്ന് ആ ഫോണിൽ ഒരു 2 വർഷത്തോളം ഫോണിൽ സംസാരിച്ച് ആ ഒരു ബന്ധമായതിനു ശേഷമാണ് പിന്നീട് ഞങ്ങൾ നേരിട്ട് കാണുന്നത്. പക്ഷെ ആ നേരിട്ട് കാണുമ്പം എന്താ പറയുക, ദൂരെ നിന്ന് തന്നെ പ്രിൻസ് അല്ലേ ചങ്ങനാശ്ശേരിയിൽ നിന്ന് എന്ന് പറഞ്ഞ്, അന്നൊന്നും ഈ വീഡിയോ കോൾ പരിപാടികളൊന്നും ഇല്ലല്ലോ. അപ്പം എന്നിട്ട് പോലും അതായത് ഒരാൾ ഫോൺ വിളിക്കുന്ന ഒരാളെ പോലും അത്രയും മനസ്സിൽ പ്രാധാന്യത്തോടെ കാണുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹമായിട്ടുള്ള വർക്കുകൾ എങ്ങനെയായിരുന്നു? അദ്ദേഹമായിട്ട് വർക്ക് ശരിക്കും അത് വർക്കിൻ്റെ രീതിയിൽ തന്നെയാണ് പോയിരുന്നത്. ഒരിക്കലും അദ്ദേഹത്തിനും നമ്മൾ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടില്ല, നമുക്ക് അദ്ദേഹം ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടില്ല. പക്ഷേ ഒരു മ്യൂസിക് ഡയറക്ടർ എന്നുള്ള നിലയ്ക്ക് കുറച്ച് നമുക്ക് പഠിക്കാൻ പറ്റി അദ്ദേഹത്തിൽ നിന്നും. കാരണം അദ്ദേഹം വർക്കിന് കൊടുക്കുന്ന ആത്മാർത്ഥത എന്ന് പറയുന്നത് എപ്പോഴും ഇപ്പം നിങ്ങൾ പഠിച്ചിട്ടുള്ളതുകൊണ്ട് അറിയാൻ പറ്റും. ഒരു പാട്ട് റെക്കോർഡ് ചെയ്യുന്നതിന് മുമ്പ് ഒരു 5 പ്രാർത്ഥിക്കാതെ അദ്ദേഹം റെക്കോർഡ് ചെയ്യാൻ കയറില്ല. അദ്ദേഹം പിന്നീടും എനിക്ക് തോന്നുന്നത്, ഇപ്പം ഞാനൊക്കെ ഈ മുൾമുടി ചൂടിയ, അതിനകത്തൊരു പ്രത്യേകതയുണ്ട്. ഈ മുൾമുടി ചൂടിയ എന്നുള്ള ഈ പാട്ട് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് കോവിഡ് വന്ന സമയമാണ്. അപ്പം നമുക്ക് ആർക്കും സ്റ്റുഡിയോയിലോട്ട് പോകാനായിട്ടുള്ള ഓപ്ഷനൊന്നുമില്ല. അപ്പം ഞാൻ ഈ പാട്ട് ലിറിക്സും മ്യൂസിക്കും, ലിറിക്സിന് ഇത്രയും പ്രാധാന്യം കൊടുത്ത് ലിറിക്സ് കൃത്യമായിട്ട് ചെക്ക് ചെയ്യുന്ന വേറൊരാളെ ഞാൻ കണ്ടിട്ടില്ല. അതാണ് കെസ്ട്രേറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പം ഞാൻ അവിടെ പുള്ളിക്കാരന് ഞാൻ നേരിട്ട് പോകാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ മെയിലിൽ അയച്ചു കൊടുത്തു, ഇമെയിലിൽ ലിറിക്സ് അയച്ചു കൊടുത്തു, മ്യൂസിക് അയച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, നേരിട്ട് വന്ന് പഠിക്കാനുള്ള ഓപ്ഷൻ ഇല്ല. അപ്പം നിനക്ക് എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ, പറഞ്ഞ വാക്കുകൾ ഇതാണ്, എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ നിനക്ക് ഓക്കെ ആണെങ്കിൽ അയച്ചു തന്നാൽ ഞാൻ പാടി അയച്ചു തരാം. വിശ്വാസം ഉണ്ടെങ്കിലോ എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക് ഞാൻ ആലോചിച്ചത് ആരോടാണ് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞ് വിശ്വാസം ഉണ്ടോന്ന്, എന്ത് ചോദ്യം, ചേട്ടൻ പാടിക്കും എന്ന് പറഞ്ഞ് അത് ഞാൻ പാടിക്കൊടുത്തത് അവിടെ കെട്ടിയതിന് ശേഷം പിന്നീട് ഈ മുൾമുടി ചൂടി എന്നുള്ള ഈ പാട്ട് എന്തായിരിക്കുന്നോ അത് കംപ്ലീറ്റ് ക്രെഡിറ്റ് പുള്ളിക്കാണ്, കെസ്ട്രേറ്റിനാണ്. കാരണം പുള്ളി പാടി തന്നതാണ് എടുത്തിരിക്കുന്നത്. അവിടെ നമുക്ക് വേറെ എൻ്റെ അനുഭവം തന്നെയാണ്. ഞാൻ ഇസ്രായേലിൽ നിന്ന് പാടി അയച്ചു കൊടുക്കുമായിരുന്നു. പുള്ളി തന്നെയാണ് സാംജി സ്റ്റുഡിയോയിൽ പോയിട്ട് കെസ്ട്രേറ്ററിന് എങ്ങനെയാണോ അത് നമുക്ക് ഭയങ്കര ആകാംക്ഷയായിരുന്നു, ഇതെങ്ങനെ പുറത്തു വരുമ്പോൾ, ഈ ശബ്ദത്തിൽ പുറത്തു വരുമ്പോൾ ഇത് എങ്ങനെയായിരിക്കും എന്നുള്ളത്, അല്ലേ? ഭാഗ്യമാണ്. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്നതിന് അപ്പുറം മേളിലാണ്.
അതാണ് ഞാൻ പറഞ്ഞത്, ഈ വിശ്വാസം ഉണ്ടെങ്കിൽ നീ എനിക്ക് അയച്ചു തരും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചു, വിശ്വാസം ഉണ്ടെങ്കിലും എന്നൊക്കെ ചോദിക്കേണ്ട കാര്യം. അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ ഒരു വലിയ സാക്ഷ്യം തന്നെയാണ്. കാരണം വെച്ചാൽ ഈ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുക എന്നുള്ളത്, പാടുക എന്നുള്ളത്, അത് മറ്റ് വലിയ സൗകര്യങ്ങളോ അല്ലെങ്കിൽ വലിയ പിന്നെ എന്താ പറയുന്ന വലിയ മറ്റ് ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടായി അങ്ങനെ പോകുന്നവരുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ മാറി തമ്പുരാന് വേണ്ടി മാത്രം തൻ്റെ ജീവിതവും ശബ്ദവും ഒക്കെ കൊടുക്കുക എന്ന് വെച്ചാൽ അത് വലിയൊരു കാര്യം തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ, അല്ലേ? അദ്ദേഹം തന്നെയല്ല, ഇപ്പം വളർന്നു വരുന്ന പല സിംഗേഴ്സും മാതൃകയാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതായത് ഒരു വർക്കിനെ പുള്ളി എങ്ങനെ കാണുന്നു, ഡീൽ ചെയ്ത്, ഒരേ സമയം പ്രൊഫഷണലുമാണ്, അതേസമയം സ്പിരിച്വലുമാണ്. തീർച്ചയായും നമ്മൾ എന്താ പറയുന്നത്, നമ്മളിപ്പോൾ പറയും കുറച്ചുകൂടെ ഒന്ന് ഫീൽ കൊടുത്ത് പാടാവുന്നൊക്കെ നമ്മൾ വേറെ മറ്റ് സിംഗേഴ്സിനോടൊക്കെ നമ്മൾ പറയും, വേറെ ആളുകളോടൊക്കെ. അത് പറയണ്ടാത്ത രണ്ട് സിംഗേഴ്സിനെ ഞാൻ കണ്ടുള്ളൂ. ഒന്ന് ബിജു നാരായണനും ഒന്ന് കെസ്റ്റേട്ടനുമാണ്. ഇവരോട് രണ്ടുപേരോടും നമുക്ക് ആ ഒരു പോർഷനിൽ ഒരു ഇച്ചിരി ഒന്ന് ഫീലിൽ പാടാവോ എന്ന് നമുക്ക് ചോദിക്കണ്ട. ബിജു നാരായണനായിട്ടും നല്ല നല്ല വർക്കുകൾ ഇതേപോലെ ചെയ്തിട്ടുണ്ട്. ബിജു നാരായണനുള്ള നല്ലൊരു വർക്കില് നല്ലൊരു പാട്ട് നോക്കുന്നു, പാടിയാലോ? തീർച്ചയായിട്ടും പാടാം. ഞാൻ കവിളിലൂടെ ഒഴുകുന്ന കണ്ണുനീർ മുത്തുകൾ എന്ന് പറഞ്ഞിട്ടൊരു പാട്ടാണ് ബിജുനോട് ആദ്യമായിട്ട് പാടിക്കുന്നത്. ആ പാട്ട്, കവിളിലൂടൊഴുകുന്ന കണ്ണുനീർ മുത്തുകൾ നാഥ നിനക്കായി ഞാൻ. ലിറിക്സ് എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. മനോഹരമായ ഗാനമാണ്. ഈ ബിജു നാരായണനുള്ള ബന്ധം ഇപ്പൊ പറഞ്ഞ പോലെ കെസ്റ്ററുമായിട്ടുള്ള ബന്ധം പോലെ തന്നെ ബിജു നാരായണായിട്ട് നല്ലൊരു ബന്ധം കാത്തു സൂക്ഷിക്കുന്ന ആളാണ്. അതെ അതെ അതെ. എങ്ങനെയാണത്? ബിജു ചേട്ടനെ എനിക്ക് പരിചയപ്പെടുത്തി തരുന്നത് എൻ്റെ ഒരു സുഹൃത്ത് രാഹുൽ എന്ന് പറയുന്ന ഒരു സുഹൃത്താണ്. രാഹുൽ സാന്താ സെസ്ലി എന്നാണ് പുള്ളി അറിയപ്പെടുന്നത്. പുള്ളി കൊയർ മേഖലയിലൊക്കെ ഉള്ളതാണ്. അപ്പം അദ്ദേഹമാണ് എന്നെ ബിജു ചേട്ടനെ പരിചയപ്പെടുത്തുന്നത്. പക്ഷേ അതും ഈ പറഞ്ഞ പോലെ എനിക്കൊരു മറക്കാനാവാത്ത വലിയൊരു അനുഭവമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരു പാട്ട് മ്യൂസിക് ചെയ്തു. അപ്പം മ്യൂസിക് ചെയ്തിട്ട് അത് പാടുന്ന ഒരു പുതിയ ഒരു സിംഗറാണ്, ഒരു പെൺകുട്ടിയാണ്. അതാരാണെന്നുള്ളത് ഞാൻ പറയാം. അപ്പം ഞാൻ ആ പാട്ടിനും ഒരു ചരിത്രമുള്ളൊരു പാട്ടാണ്. ആ പാട്ടിങ്ങനെ മ്യൂസിക് ചെയ്തിട്ട് ഞാൻ നമ്മുടെ അടുത്ത സ്റ്റുഡിയോ ഉണ്ട്, എൻ്റെ വർക്കുകളൊക്കെ ചെയ്യുന്ന ഒരു ഓഡിയോ മിക്കാമസ് എന്ന് പറയുന്ന സ്റ്റുഡിയോ ഉണ്ട്. അപ്പം ഞാൻ അവിടെ ഇങ്ങനെ പോയി റെക്കോർഡ് ചെയ്തു. അപ്പോൾ റെക്കോർഡ് ചെയ്തപ്പം ആ പാട്ട്, സഹനങ്ങൾ ഏറിയ നേരങ്ങളിൽ, ഇതാണ് പാട്ട്. അപ്പം ഞാൻ ഈ പാട്ട് ഇങ്ങനെ റെക്കോർഡ് അത് പാടിക്കൊണ്ടിരിക്കുമ്പോഴും എനിക്കിതൊരു എവിടെയോ ഒരു ഇൻകംപ്ലീറ്റ് ആണ് ഈ പാട്ട് എന്ന് എൻ്റെ മനസ്സിലൊരു തോന്നൽ വന്നു. കാരണം പല്ലവി അനുപല്ലവി ചരണത്തിലും നമ്മളിങ്ങനെ ദൈവത്തോട് സങ്കടങ്ങൾ മാത്രം അങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതിനൊരു എൻഡ് പ്രോപ്പറായിട്ട് എനിക്ക് ആ ലിറിക്സിൽ കിട്ടുന്നില്ല എന്ന് എനിക്കൊരു തോന്നൽ വന്നു. അപ്പം ഞാൻ അവിടെ ഈ സ്റ്റുഡിയോയിൽ ജോസ് എന്ന് പറയുന്ന എൻ്റെ സുഹൃത്താണ്. അപ്പം ഞാൻ പുള്ളിയോട് ഞാൻ പറഞ്ഞു, ഞാൻ പാടാം, അത് എന്ത് വരുന്നു എന്നുള്ളത് എടുത്തു വെച്ചു, നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവിടെ കയറി ഇങ്ങനെ പാടി. ഈ 3 സ്റ്റാൻസയും പാടിയതിന് ശേഷം എൻ്റെ ചെയ്യുന്നതിന് മുമ്പ് ഒരു 2 ലൈൻ എൻ്റെ വായിൽ നിന്ന് എക്സ്ട്രാ വന്നു. അത്, കരയല്ലേ തളരല്ലേ നീ എന്നും എന്നുടെ പൊന്നോമന കര, ഇങ്ങനൊരു സംഭവം. 2 ലൈനേ ഉള്ളൂ. അപ്പം എനിക്ക് ഓക്കെ, ഇതിപ്പം കംപ്ലീറ്റ് ആയി. കാരണം ഈ 3 സ്റ്റാൻസയിലും നമ്മൾ ദൈവത്തോട് അങ്ങോട്ട് എൻ്റെ വിഷമങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം അവസാനത്തെ 2 ലൈനയിൽ കരയല്ലേ നീ എന്നും എൻ്റെ പൊന്നോമന എന്നുള്ള അവിടെ നിന്നൊരു മറുപടി കിട്ടിയപ്പോൾ പാട്ട് കംപ്ലീറ്റ് ആയി. അപ്പം അടുത്ത ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇതൊരു ഫീമെയിലിനെ കൊണ്ട് പാടിക്കാൻ വേണ്ടി മാത്രം പറ്റുന്നത്. അപ്പോൾ ഈ 2 ലൈൻ എന്ന് പറയുമ്പോൾ ഇത് ഒരു മെയിൽ പോർഷൻ പോകാം. 2 ലൈനേ ഉള്ളൂ, അത് ഞാൻ പാടാം എന്നുള്ളൊരു രീതിയിൽ ഞാനങ്ങ് പ്ലാൻ ചെയ്തിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് അവിചാരിതമായിട്ട് ഈ രാഹുൽ എന്ന് പറയുന്ന എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ ഞാൻ ബിജു ചേട്ടൻ്റെ വീട്ടിൽ പോയി. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ബിജു ചേട്ടനെ കാണുകയാണ്. അപ്പം വീട്ടിൽ ഞാൻ ആദ്യമായിട്ടല്ല, പക്ഷെ ആദ്യമായിട്ട് സംസാരിക്കുന്നത് അന്നാണ്. അപ്പം വീട്ടിൽ ചെന്നു. അതൊക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഒരു പ്രാവശ്യമെങ്കിലും പുള്ളിയെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. കാരണം നമ്മൾ പുള്ളിയുടെ അടുത്ത് ചെല്ലുമ്പോഴത്തേക്ക് നമ്മൾ പുള്ളിയുടെ സ്വന്തമാണ്. ആ രീതിയിലാണ് പുള്ളിക്കാരൻ ഇടപെടുന്നത്. അപ്പം ഞങ്ങൾ വീട്ടിൽ ചെന്നു. ഇങ്ങനെ സംസാരിച്ചപ്പോൾ എന്നോട് ഇങ്ങനെ, പ്രിൻസസ് അല്ലേ, ഓക്കെ, ചങ്ങനാശ്ശേരിയാണ് വീട്. ഞാൻ പറഞ്ഞത് പുതിയ പാട്ട് കാര്യങ്ങളെന്ന് പറയുമ്പോൾ ഞാൻ ഈ പാട്ടിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു. അപ്പം എന്നോട് ചോദിച്ചു, ഇത് ആരാണ് പാടുന്നതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഇന്നപോലെ ബിജു ചേട്ടൻ്റെ തന്നെ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെ മകളാണ്, സാക്ഷാൽ വയലിൻ ജേക്കബിൻ്റെ മകളായിരുന്നു, പാടാൻ പ്ലാൻ ചെയ്തിരുന്നത്.
ഓ ശരി അവൾ പാടുമോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ലാതെ പാടും, ആദ്യമായിട്ട് നമ്മളിങ്ങനെ ഒരു ഇത് പ്ലാൻ ചെയ്യാമെന്ന്. അപ്പം ബിജുചേട്ടൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഇതിൻ്റെ അവസാനത്തെ 2 ലൈൻ അതാരാ പാടുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ പാടാം എന്നുള്ള ഇതിലാണ് നിൽക്കുന്നത്. അപ്പം ഞാൻ ബിജുചേട്ടനോട് ചോദിച്ചു പാടുന്നോ എന്ന് ചോദിച്ചു. അപ്പം വെറുതെ, കാരണം അദ്ദേഹത്തെ പോലൊരു അത്രയും ഒരു ലെവലിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ ഒരിക്കലും അതിന് യെസ് പറയില്ല എന്നുള്ളൊരു ചിന്തയിൽ തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പം അദ്ദേഹം പറഞ്ഞു ഓക്കെ തീർച്ചയായിട്ടും ഞാനത് പാടാം എന്ന് പറഞ്ഞു. ആ 2 വരി പാടാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റുഡിയോ ബുക്ക് ചെയ്ത ആ ഒരു സമയത്ത് നമ്മൾ അവിടെ എത്തുന്നതിനേക്കാളും അരമണിക്കൂർ മുമ്പ് കൃത്യമായി സ്റ്റുഡിയോയിൽ വന്ന് ആ പോർഷൻ ഭംഗിയായിട്ട് ടോട്ടൽ ആ പാട്ടിനെ അപ്ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. അതിനേക്കാളും പ്രധാനപ്പെട്ട കാര്യം തിരിച്ചിറങ്ങിയപ്പോൾ ഞാൻ ഇങ്ങനെ ഒരാളാണല്ലോ, 2 വരിയല്ലേ പാടാൻ വന്നിരിക്കുന്നത്. ഞാൻ ബിജേട്ടാ എന്താണ് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു ഇത് ജേക്കബിനുള്ള എൻ്റെ ഒരു സമർപ്പണമായിട്ടിരുന്നോട്ടെ എന്ന് പറഞ്ഞിട്ട്, അതായത് ഒരു പൈസ പേയ്മെൻറ്റ് വാങ്ങിക്കാതെ അത് ചെയ്തിട്ട് ആരും ചെയ്യില്ല. തീർച്ചയായും അങ്ങനെയുള്ള മനുഷ്യനെ നമ്മൾ പിന്നെ അതിനപ്പുറത്തോട്ട് ഞാൻ എന്ത് പറയാൻ.